പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സർവശക്തനായ ദൈവം നമ്മളെ എല്ലാവരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്ന് പെസഹ വ്യാഴം. വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നമ്മൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. ഒന്ന്, ഈശോ തന്റെ ശിഷ്യന്മാരെ അന്ത്യ അത്താഴത്തിന് വേണ്ടി ഒരുക്കുന്നു. വിശുദ്ധ കുർബാനയുടെ സ്ഥാപനം, പൗരോഹിത്യത്തിന്റെ സ്ഥാപനം. ഇന്ന് എല്ലാ ദേവാലയങ്ങളിലും പരിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വെച്ച് പരിശുദ്ധ കുർബാനയുടെ മുൻപിലിരുന്ന് നമ്മൾ ഈശോയെ ആരാധിക്കുന്ന നിമിഷമാണ്. യുഗാന്ത്യം വരെ ഞാൻ നിങ്ങളോട് കൂടി ഉണ്ടായിരിക്കുമെന്നുള്ള വാഗ്ദാനം കർത്താവ് വിശുദ്ധ കുർബാന സ്ഥാപനത്തിലൂടെ പൂർത്തീകരിച്ചിരിക്കുകയാണ്. ഇവിടെ നമ്മൾ കാണുകയാണ് യോഹന്നാന്റെ സുവിശേഷം 13-ാമത്തെ അധ്യായത്തില്, നിങ്ങളുടെ കർത്താവും ഗുരുവുമായ ഞാൻ നിങ്ങളുടെ പാദങ്ങൾ കഴുകിയെങ്കിൽ നിങ്ങളും പരസ്പരം പാദങ്ങൾ കഴുകണം. ഞാൻ നിങ്ങൾക്ക് ചെയ്തതുപോലെ നിങ്ങളും ചെയ്യേണ്ടതിന് ഞാൻ നിങ്ങൾക്കൊരു മാതൃക നൽകിയിരിക്കുന്നു. അതായത് പ്രിയപ്പെട്ടവരെ, ഈശോ ദൈവപുത്രനായിരുന്നിട്ടും അധികാരത്തിന്റെയും മഹത്വത്തിന്റെയും മേലങ്കി മാറ്റി ഒരു അടിമയെ പോലെ അരയിൽ കച്ച ധരിച്ച് പാദങ്ങൾ കഴുകി നമുക്ക് ശുശ്രൂഷ നൽകി മാതൃക നൽകുകയാണ്. എന്താണ് ഈ കാല് കഴുകലിന്റെ അർത്ഥം എന്ന് ചോദിച്ചാല് നമുക്ക് മനസ്സിലാകും. ഫിലിപ്പിയർക്ക് ലേഖനം 2-ാം അധ്യായത്തില് 3 മുതലുള്ള തിരുവചനം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. അവിടെ നമ്മൾ ഇപ്രകാരം കാണുകയാണ്, മാത്സര്യമോ വ്യർത്ഥാഭിമാനമോ മൂലം നിങ്ങൾ ഒന്നും ചെയ്യരുത്, മറിച്ച് ഓരോരുത്തരും താഴ്മയോടെ മറ്റുള്ളവരെ തങ്ങളെക്കാൾ ശ്രേഷ്ഠരായിട്ട് പരിഗണിക്കണം. എന്നിട്ട് വചനം പറയുന്നു, യേശുക്രിസ്തുവിനുണ്ടായിരുന്ന ഈ മനോഭാവം നിങ്ങൾക്കും ഉണ്ടാകണം. അതായത് ഓരോരുത്തരും മറ്റുള്ളവരെ ശ്രേഷ്ഠരായിട്ട് കരുതുക, തങ്ങളെക്കാൾ ബഹുമാന്യരായിട്ട് കരുതുക. ഈ ഒരു മനോഭാവം, ക്രിസ്തുവിനുണ്ടായിരുന്ന ഈ മനോഭാവം നിങ്ങൾക്കും ഉണ്ടായിരിക്കട്ടെ എന്നാണ് പൗലോസ്ലീഹ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. അതായത് പാദം കഴുകൽ ശുശ്രൂഷ എന്ന് പറയുന്നത് സ്നേഹത്തിന്റെ ഒരു ശുശ്രൂഷയാണ്. എളിമയുടെയും ശൂന്യവൽക്കരണത്തിന്റെയും വിട്ടുവീഴ്ചയുടെയും ക്ഷമയുടെയും കരുണയുടെയുമായ ഒരു ശുശ്രൂഷയാണ്. പാദം കഴുകൽ ശുശ്രൂഷ വലിയൊരു ശൂന്യവൽക്കരണ ശുശ്രൂഷയാണ്. അത് കാൽവരിയിലെ ശൂന്യവൽക്കരണത്തിലേക്കുള്ള ഒരുക്കമാണ്. അപ്പൊ ഈ പാദം കഴുകൽ ശുശ്രൂഷയിലൂടെ ശൂന്യവൽക്കരിക്കപ്പെട്ട് നിൽക്കുന്നവർക്ക് കാൽവരിയിലെ ഈശോയുടെ ശൂന്യവൽക്കരണത്തിൽ പങ്കുചേരാനായിട്ട് സാധിക്കുകയുള്ളൂ. ഒരിക്കല് വിശുദ്ധ മദർ തെരേസയോട് ഒരു മനുഷ്യൻ ചോദിച്ചു, നിങ്ങൾ ഈ കുഷ്ഠരോഗികളൊക്കെ ശുശ്രൂഷിക്കുന്നത് നിങ്ങൾക്ക് എത്ര രൂപ കിട്ടുമായിട്ടാണ്? എനിക്ക് 1,00,000 രൂപ ഒരാൾ തരാമെന്ന് പറഞ്ഞാൽ എനിക്ക് ഈ ശുശ്രൂഷ ചെയ്യാനായിട്ട് സാധിക്കുകയില്ല. അപ്പോൾ മദർ പറഞ്ഞു, ഞാനും ചെയ്യല. എനിക്കും 1,00,000 രൂപ തരാമെന്ന് പറഞ്ഞാൽ ഞാനും ഇത് ചെയ്യല. പക്ഷെ ഞാനിത് ചെയ്യുന്നത് ഈശോയ്ക്ക് വേണ്ടിയാണ്. ഈ കുഷ്ഠരോഗിയിൽ ഞാൻ ഈശോയെ കണ്ടുകൊണ്ട് ആ രോഗിയെ ഞാൻ ശുശ്രൂഷിക്കുന്നത്. ഈശോയാണ് എനിക്കിതിനുള്ള പ്രതിഫലം. പ്രിയപ്പെട്ടവരെ, നമ്മള് മറ്റുള്ളവരെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുമ്പോൾ ഈശോയാണ് നമുക്കതിന് പ്രതിഫലം തരുന്നത്. മറ്റുള്ളവരുടെ പാദത്തോളം നമ്മൾ താഴുമ്പോൾ, എളിമപ്പെടുമ്പോൾ, ശൂന്യവൽക്കരിക്കുമ്പോൾ എല്ലാ പ്രതിഫലവും സ്വർഗത്തിൽ നിന്ന് ദൈവം നമുക്ക് തരുന്നു. ദൈവം നമ്മളെ അനുഗ്രഹിക്കുന്നു. ആമേൻ. ഹല്ലേലൂയ.